അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ നാളായിട്ട് ഷോർട്സ് മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ആ ഷോർട്സ് തന്നെ ഇപ്പോൾ 1 വീക്ക് കൂടുതലായി ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം വന്നതല്ലേ, അപ്പോൾ ഒരു ലോങ് വീഡിയോ തന്നെ ചെയ്തേക്കാന്ന്. ഞാൻ തിരക്കായി പോയതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വീട് വാങ്ങിച്ചു എന്ന് അറിയിച്ചായിരുന്നല്ലോ. നമ്മൾ വാങ്ങിച്ചത് ഒരു ബ്രാൻഡ് ന്യൂ ഹൗസ് അല്ല വാങ്ങിച്ചത്, ഒരു സെക്കൻഡ് ഹാൻഡ് ഹൗസാണ് വാങ്ങിച്ചത്. അപ്പം നമുക്ക് ഫേർണിച്ചർ എല്ലാം മേടിക്കണം അതിലേക്ക്. കാരണം വെച്ചാൽ ഇവിടെ റെൻറ്റിന് വീട് കിട്ടുമ്പം ഫുള്ളി ഫർണിഷ്ഡാണ് കിട്ടുന്നത് നമുക്ക്. അപ്പം അതുകൊണ്ട് തന്നെ ഇതുവരെ ഫേർണിച്ചറൊന്നും വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. അപ്പം നമ്മൾ പോയി അതെല്ലാം വാങ്ങിക്കലായിരുന്നു പരിപാടി. പിന്നെ വേറെന്ന് വെച്ചാൽ അതിനകത്ത് പണികളൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മളുടേതായ ചില ആഗ്രഹങ്ങളുണ്ടായിരിക്കുമല്ലോ, ഇങ്ങനെ വേണോ അങ്ങനെ വേണോ എന്നൊക്കെ. അങ്ങനെയുള്ള ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടി നമ്മൾ കൈയോടെ അങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് മാറാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പം ഹോപ്പ്ഫുള്ളി നമുക്ക് നവംബർ പകുതിയോടുകൂടി മാറാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാത്തിനും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് വേണ്ടേ ഒരു ടൈം ക്യാപ്സ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്കത് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, അതിനായിട്ട് ഞാൻ എൻ്റെ കയ്യിലിരുന്നൊരു പഴയ ബോക്സ്, എന്ത് വാങ്ങിയപ്പോൾ കിട്ടിയതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ആ ബോക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ടൈം ക്യാപ്സ്യൂൾ എന്ന് വെച്ചാൽ എന്തുവാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? സിംപിളി നമ്മളൊരു 5 വർഷമോ 10 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി വെക്കുന്ന കുറച്ച് സാധനങ്ങൾ, നമ്മുടെ മെമ്മറി ഉണർത്തുന്ന കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളതിനകത്ത് ഇടും. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ ബോക്സിനകത്ത് ടൈം ക്യാപ്സ്യൂളെന്ന് ഒരു പേപ്പറിനകത്ത് എഴുതി ഒട്ടിക്കാൻ പോവുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഇന്നത്തെ ഡേറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2029 ഒക്ടോബറിൽ ഏത് ഡേറ്റൊന്നും ഇട്ടിട്ടില്ല, ഒക്ടോബറിൽ ഓപ്പൺ ചെയ്യണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ അതിനകത്തോട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളതൊരു ഗ്ലൂ വെച്ച് ഒട്ടിച്ച് ആ ബോക്സിനകത്തോട്ട് നമ്മൾ ഒട്ടിച്ച് ചേർക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുകയാണ്. ഞാനിതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, എൻ്റെ +2 പഠിക്കുമ്പം ഞങ്ങൾ 6 പേരടങ്ങുന്ന ആ ഗ്യാങ്ങിൽ എൻ്റെ ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്റർ എഴുതും. എന്നും കണ്ടുകൊണ്ടിരിക്കുക ക്ലാസ്സിൽ പോകുമ്പോൾ. പക്ഷേ എന്നാലും വീട്ടിൽ പോയിരുന്ന് ഹോംവർക്കൊക്കെ ചെയ്ത് കഴിയുമ്പം ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലെറ്റർ എഴുതി കൈമാറാറുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ അതൊക്കെ ഓർമ്മ വരുക. ആ ലെറ്റേഴ്സൊന്നും എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ല. പക്ഷേ ഞങ്ങളുടെ +2 ഓട്ടോഗ്രാഫ് ബുക്ക്, നഴ്സിംഗിന് പഠിക്കുമ്പോൾ ഓട്ടോഗ്രാഫ് ബുക്ക് എല്ലാം ഇപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് എഴുതുന്നത് എനിക്ക് തന്നെ ഒരു ലെറ്റർ എഴുതുവാണ്. അതായത് ആ 5 വർഷം 2029 ഞാൻ തുറന്ന് നോക്കുമ്പോൾ, സുഖമാണോ നീ ഇപ്പോഴും, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ബീച്ച് ഗ്രൂവിലാണല്ലോ, അപ്പം അവിടെ തന്നെയാണോ നീ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്? പിന്നെ എൻ്റെ കൂടെ ഞങ്ങൾ 5 നഴ്സസാണ് ഉള്ളത്. അപ്പോൾ ബാക്കി 4 നഴ്സസിൻ്റെയും പേരൊക്കെ വെച്ചിട്ട് ഇപ്പോഴും അവരൊക്കെ തന്നെയാണോ നിൻ്റെ കൊളീഗ്സ്? പിന്നെ നീ ഞാനിപ്പോൾ പുതിയ വീട്ടിലോട്ട് മാറാൻ നിൽക്കുമല്ലേ, അപ്പം നിൻ്റെ പുതിയ വീട് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അവിടെ പൂന്തോട്ടം ഒരുക്കണോ എന്നുള്ളത് നിനക്ക് ഭയങ്കര ആഗ്രഹമാണല്ലോ, അതൊക്കെ ഒരുക്കിയോ? ഇപ്പം എങ്ങനെയുണ്ട് പുതിയ വീട്ടിലെ താമസമൊക്കെ? അവിടെ നീ ഹാപ്പിയാണോ? പിന്നെ നിങ്ങൾക്ക് പുതിയ കുട്ടികളെ ഉണ്ടായോ? ഒക്കെ എന്തു പറയുന്നു? അങ്ങനെയൊക്കെയുള്ള എൻ്റെ കുറേ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞാനിങ്ങനെ എഴുതിയേക്കുവാണ് കേട്ടോ. ഫസ്റ്റ് ആ ലെറ്റർ എഴുതിയിട്ട് ഞാൻ എൻ്റെ അടുത്ത് ഒരു പേപ്പർ കവറും ഉണ്ടായിരുന്നു, ഞാൻ അതിലേക്കത് ഇട്ടു. പിന്നെ ടു മഞ്ജു എന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു പഴയ പേപ്പർ, എന്തോ ഒരു ലെറ്ററാണ്, അതിനകത്ത് നിന്ന് കുറച്ച് പേപ്പർ ഇങ്ങനെ അണ്ണീവനായിട്ട് അങ്ങനെ കീറി എടുക്കുന്നത് കേട്ടോ. അത് എഴുതിയിട്ട് ടു മഞ്ജു എന്ന് എഴുതി ഞാൻ ഫസ്റ്റ് തന്നെ എനിക്കുള്ള ലെറ്റർ അതിനകത്ത് വെച്ചു. ഇനി ഞാൻ രണ്ടാമതായിട്ട് എഴുതാൻ പോകുന്നത് ഹൂ ആം ഐ എന്നാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും അതെന്താ എനിക്കെന്തെങ്കിലും മാറ്റം വരുമോ പിന്നീടെന്ന്. അങ്ങനെയല്ല, നമ്മളിപ്പോൾ ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന പ്ലേസ് മാറാം, നമ്മുടെ ജോബ് തന്നെ മാറാം, ചിലപ്പോൾ നമ്മൾ ജീവനോടെ ഉണ്ടാവണമെന്ന് പോലും ഇല്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. പിന്നെ ഫസ്റ്റ് എന്തായാലും എഴുതിയത് ഞാൻ എൻ്റെ പേരൻസ്, ഡോട്ടർ ഓഫ് ഗിൽബർട്ട് അംബ്രോസ് വിക്ടോറിയ ഗിൽബർട്ട്, പിന്നെ വൈഫ് ഓഫ് സിജോ ചാർലി, പിന്നെ എൻ്റെ ബ്രദേഴ്സ്, സിസ്റ്റർ ഓഫ് അജി ഗിൽബർട്ട് ആൻഡ് ജെയ്സൺ ഗിൽബർട്ട്, അങ്ങനെയൊക്കെ എഴുതി. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലവും, ഞാൻ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്ന, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, അങ്ങനെയൊക്കെയാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. എൻ്റെ ഫുള്ളൊരു ഡീറ്റെയിൽസ്, എൻ്റെ കുട്ടികളിൽ ഇന്ന പേരാണ്, അയാനും അക്കുവാണ്, അയാനും സി ആണെന്നുള്ള അതൊക്കെ എഴുതിയിട്ട് അത് കണക്ക് തന്നെ ഞാൻ ആ പേപ്പറൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് അതിനകത്തോട്ട് വെച്ച് കൊടുത്തു. ഇനി നെക്സ്റ്റ് ഞാൻ എഴുതാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേരാണ് കേട്ടോ. ഫ്രണ്ട്സ് ഒരു പേപ്പറിൽ എഴുതിയാൽ തീരാത്തത്രയും ഫ്രണ്ട്സ് എനിക്കുണ്ട്. അതായത് ഒരു 5 പേപ്പറിൻ്റെ അപ്പുറം ഇപ്പുറം എഴുതിയാലും തീരാത്തത്ര ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷേ അങ്ങനെ ഇരുന്നാലും നമുക്ക് നമ്മുടെ ജീവിതത്തിലൊരു സന്തോഷം വന്നാലും സങ്കടം വന്നാലും നമുക്ക് ഉടനെ വിളിച്ചറിയിക്കാൻ തോന്നുന്ന ഏറ്റവും അടുത്ത കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരുടെ പേരാണ് കേട്ടോ ഞാൻ എഴുതി വയ്ക്കുന്നത്.
അപ്പം എല്ലാവരുടെയും പേര് ഏതൊക്കെയാണെന്ന് ഞാൻ വായിക്കുന്നൊന്നുമില്ല. കാരണം ചിലപ്പോൾ എല്ലാവർക്കും ചിലപ്പം ആദ്യം എഴുതാൻ എന്താണെന്ന് ചോദിക്കും, ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ എഴുതാൻ എന്താണെന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് എൻ്റെ ഏറ്റവും അടുത്ത കുറച്ച് ഫ്രണ്ട്സിൻ്റെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് അക്കുവിൻ്റെ കയ്യിൽ പണ്ട് സ്കൂളിൽ ഫ്രണ്ട്സ് ആരുണ്ടോ കെട്ടിക്കൊടുത്തൊരു ഫ്രണ്ട്ഷിപ്പ് ബാൻഡാണേ. അത് ഞാൻ എടുത്തൊരു ഗ്ലൂ ഗൺ വെച്ച് അതിനകത്ത് ഒട്ടിച്ച് വെച്ചു. ഇനി നെക്സ്റ്റ് ഞാൻ എഴുതുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ ഡ്രീംസ്. അതായത് ഗോൾസ് എന്ന് എഴുതാൻ എനിക്ക് പറ്റത്തില്ല. ഗോൾസ് എന്നല്ല, ഞാൻ എപ്പോഴും എൻ്റെ ഡ്രീംസാണ്. അതായത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്താണ് എൻ്റെ എല്ലാ കാര്യങ്ങളും എടുക്കുന്നത്. ഞാൻ എൻ്റെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് തന്നെ ഉണ്ട്, എഴുതി വെച്ച് ഞാൻ എല്ലാം ആഗ്രഹങ്ങളും സബലീകരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഗോൾസ് എന്ന് പറയുന്നതിനേക്കാളും എൻ്റെ ഡ്രീംസ് എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് എനിക്ക് നല്ലൊരു യൂട്യൂബർ ആവണം, പിന്നെ എൻ്റെ വീട്ടിൽ നല്ലൊരു പൂന്തോട്ടം ഒരുക്കണം, പിന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് സമ്പാദിക്കണം, എൻ്റെ സമ്പാദ്യം കൂട്ടണം, പിന്നെ എല്ലാ വർഷവും നാട്ടിൽ പോകണം, എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യണം, എൻ്റെ പേരൻസിനെ എല്ലാവരെയും കാണാനാണല്ലോ നമ്മൾ പോകുന്നത്. പക്ഷെ എന്നാലും എൻ്റെ ഫ്രണ്ട്സുണ്ട്, അവരെയൊക്കെ ഞാൻ ലാസ്റ്റ് ഇയർ പോയപ്പോഴും എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങൾ കൂടി കേട്ടോ, സീക്രട്ട് 6 എന്ന് പറഞ്ഞ ഗ്യാങ്ങിൽ. പിന്നെ അതൊക്കെ ഞാൻ മടക്കി വെച്ചിട്ട് വീണ്ടും ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഇപ്പോഴത്തെ കറണ്ട് അഡ്രസ്സ് ഞാൻ എഴുതുകയാണ് കേട്ടോ. ഇപ്പോഴത്തെ അഡ്രസ്സ് ഞാൻ എഴുതുകയാണ്, നമ്മുടെ ഈ വീട്ടിലെ അഡ്രസ്സ്. കാരണം അടുത്ത വർഷം നമ്മുടെ ഈ അഡ്രസ്സ് ചേഞ്ച് ആവുമല്ലോ. അതായത് അടുത്ത മാസം തന്നെ നമ്മൾ വീട് മാറുമല്ലേ. അപ്പോൾ അത് എനിക്ക് വന്നൊരു ലെറ്ററിനകത്ത് നിന്ന് ആ അഡ്രസ്സ് കീറിയെടുത്ത് അതും കൂടെ ഞാൻ അതിനകത്ത് ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് അത് വെച്ചു. ഇത് പിന്നെ 2012 മുതലുള്ള നമ്മുടെ ആ ജേണൽ, ഇത് ഞാൻ ഫ്ലിപ്പ് ത്രൂ ചെയ്തപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലേ, ആ ജേണൽ ഞാൻ അതോട്ട് വെച്ചു. ഇത് അക്കു ചെയ്തൊരു ക്രിസ്മസ് കാർഡാണ്. അവർ സ്കൂളിൽ ഇങ്ങനെ എല്ലാ വർഷവും കുട്ടികളെ കൊണ്ട് പണം വരപ്പിച്ചിട്ട് അവരുടെ സ്വന്തമായിട്ടൊരു ക്രിസ്മസ് കാർഡ് ഇത്ര നമുക്ക് പൈസ കൊടുത്ത് അവർ പ്രിൻറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ആ കാർഡും ഞാൻ വെച്ചു. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം മുന്നയുടെ ഇൻസ്റ്റൻ്റായിട്ട് ഫോട്ടോ കിട്ടുന്ന ആ ക്യാമറയിൽ എടുത്തു തന്ന അക്കുവിൻ്റെ സിയുടെ ഫോട്ടോയും പിന്നെ ഞങ്ങളുടെ ഫാമിലി പിക്ചറും, ഞാനും ചേട്ടായും പിള്ളേരും അടങ്ങുന്നത്, അത് ഞാൻ ഒരു പേപ്പർ ബാഗ് ഉണ്ടാക്കി അതിനകത്തോട്ട് വെച്ചു. ഇത് അക്കു സ്കൂളിൽ നിന്ന് ചെയ്തുകൊണ്ട് വന്നതാണ് കേട്ടോ. ഒരു ക്യാൻഡിൽ നമുക്ക് കത്തിച്ച് വയ്ക്കുന്ന ഒരു സാധനം. അതിനകത്ത് കത്തിച്ച് വെച്ചപ്പോൾ അക്കു പറഞ്ഞു, മമ്മി ഇത് സൂക്ഷിച്ച് വെക്കാനുള്ളതാണ്. അങ്ങനെ അത് ഞാൻ അതിനകത്തോട്ട് വെച്ചു. പിന്നെ സിയയുടെ ഒരു പിക്ചർ, മെറ്റർണിറ്റി ലീവിൽ ഇരുന്നപ്പോൾ ഞാൻ എപ്പോഴും സിയനെ ഫോട്ടോഷൂട്ട് നടത്തലായിരുന്നു പരിപാടി, അത് വെച്ചു. പിന്നെ ഈ ലവ് ചിഹ്നത്തിൻ്റെ കീ ചെയിൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പം അവിടുന്ന് ചെയ്യിപ്പിച്ചതാണ്. എൻ്റെയും ചേട്ടായുടെയും പിള്ളേരുടെയും പേര് എഴുതിയൊരു കീ ചെയിൻ, അത് ഞാൻ ഇതിനകത്തോട്ട് വെച്ചു. ഇതൊരു ബർത്ത് ഫ്രെയിമാണ്. ഇത് അതിനകത്ത് വെക്കാനൊന്നുമല്ല, പക്ഷെ നിങ്ങളത് കാണിക്കുന്നൊന്നുമുള്ളേ. ഇത് സിയുടെ ഫസ്റ്റ് പിക്ചർ, പ്രഗ്നൻ്റ് ആയിട്ടിരുന്നപ്പോൾ സ്കാൻ ചെയ്തതിൻ്റെ അതിൽ നിന്ന് എടുത്ത പിക്ചർ, പിന്നെ ഫസ്റ്റ് എന്നെ ജനിച്ചപ്പോൾ എൻ്റെ ചെസ്റ്റിലോട്ട് കടത്തി തന്ന ആ പിക്ചർ, പിന്നെ സിയുടെ അംബ്ലിക്കൽ കോഡ്, പ്രഗ്നൻസി മെറ്റർണിറ്റി ഷൂട്ടിനെടുത്ത ഫോട്ടോ, പിന്നെ ആ ലവ് ചിഹ്നത്തിൽ കാണുന്ന എൻ്റെ ബ്രസ്റ്റ് മിൽക്കാണേ, അത് അയച്ചു കൊടുത്തപ്പോൾ അതും കൂടെ അതിനകത്ത് ആഡ് ചെയ്തു. പിന്നെ സിയുടെ ബാൻഡ്, കാലിൽ കെട്ടിരുന്ന പേര് ഉൾപ്പെടെയുള്ള ബാൻഡ്, പിന്നെ UPT ടെസ്റ്റ് ചെയ്തതിൻ്റെ അത്, പിന്നെ 9 മാസം ചെക്കപ്പ് ചെയ്തപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ആ പേപ്പറിൻ്റെ ഒരു കോപ്പി. ഇതും വെക്കാനുള്ളതല്ല കേട്ടോ, കാണിക്കുവാണേ. ഇതെൻ്റെ ബ്രസ്റ്റ് മിൽക്ക് അയച്ചു കൊടുത്തപ്പം സിയയ്ക്കും അക്കുവിനും ഗോൾഡിൽ 2 പെൻഡൻറ്റ് കാൽപാദത്തിൻ്റെ ഷേപ്പിൽ. പിന്നെ ഇത് അധികം വന്നപ്പോഴത്തേന് ഒരു ലവ് ചിഹ്നം സ്റ്റീലിൻ്റെ ആണേ. ഇതെന്ന് വെച്ചാൽ ബ്രസ്റ്റ് മിൽക്ക് അവർ പ്രിസർവ് ചെയ്തിട്ട് അതിനകത്ത് ആഡ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് ഡെയിലി യൂസിന് പറ്റില്ല, ഡെയിലി നമുക്ക് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാൻ പറ്റത്തില്ല, സൂക്ഷിച്ച് വയ്ക്കാം. പിന്നെ അധികം ഉണ്ടായിരുന്ന പ്രിസർവ്ഡായിട്ട് എനിക്ക് തന്നിട്ടുണ്ട്, അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടേ. പിന്നെ അക്കുവിൻ്റെ പാൽപ്പല്ല് ഒഴിഞ്ഞപ്പം അതും ഞാൻ ഇത് കണക്ക് ഒരു പെൻഡൻ്റ് ഉണ്ടാക്കി. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പപ്പ ഞങ്ങളെ വിട്ടുപോയിട്ട് ഇപ്പോൾ 1 വർഷമായി. അപ്പോൾ പപ്പയ്ക്ക് ഞാൻ അവസാനത്തെ കെയർ കൊടുക്കുന്ന സമയത്ത് ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് ഈ പപ്പയുടെ ഹെയറാണിത്. ഇതും ഞാൻ ഇതേപോലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ എൻ്റെ പേഴ്സിൽ ഞാൻ എവിടെ പോയാലും അതിനകത്ത് പേപ്പറിൽ മടക്കി ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ അതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇത് ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്നുള്ള റോസാപ്പൂവാണ്. ഇത് നല്ല ബ്ലെസ്ഡ് ഹൗസാണ്. നമുക്ക് വീട് മേടിക്കാനും നല്ല ജോലിയും നല്ല ബന്ധങ്ങളും ഒക്കെ തന്ന നല്ലൊരു ഹാപ്പി ഹൗസാണ് ഇപ്പോൾ താമസിക്കുന്ന, റെൻറ്റിന് താമസിക്കുന്ന വീട്. ഇവിടുത്തെ ഓർമ്മയ്ക്കായിട്ട് ആ പേപ്പറിനകത്ത് ഞാൻ ഇവിടുത്തെ അഡ്രസ്സും എഴുതി. എന്നിട്ട് ഇത് ഡ്രൈ ചെയ്ത് അതിനകത്തോട്ട് വെക്കുകയാണ് കേട്ടോ. ഈ വീട്ടിൽ റോസാപ്പൂക്കൾ ധാരാളം ഉണ്ട് കേട്ടോ. നമ്മുടെ ഓണം സെലിബ്രേഷൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാനത് കാണിച്ചിട്ടുണ്ട്, കാണാത്തവർ കണ്ടു. ഈ ക്രോഷറ്റിൻ്റെ ഈ ബാഗ് കണ്ടോ, ഇത് ഞാൻ പഴയ നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടുത്തെ റെസിഡൻറ്റ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തമാശയ്ക്ക് മെഡിസിൻ കൊടുക്കാൻ എന്തെങ്കിലും ക്വസ്റ്റ്യനോ ചോദിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇത് എനിക്ക് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചപ്പം അടുത്ത ദിവസം എനിക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് അമ്മച്ചിയുടെ പേരൊക്കെ എഴുതി വെക്കാൻ വേണ്ടി ഞാനൊരു അക്കുവിൻ്റെ ഒരു ജേണൽ പഴയ ബുക്ക് ഉണ്ടായിരുന്നു, അത് ഞാൻ തപ്പിയെടുത്തപ്പം പഴയ അഡ്രസ്സ് കണ്ടു. എന്നാൽ പിന്നെ അതിൻ്റെ ആ അഡ്രസ്സിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആ പേപ്പർ ഞാൻ കീറി വെച്ചു. പിന്നെ അതിൽ നിന്ന് തന്നെ ഒരു പേപ്പർ എടുത്ത് എൻ്റെ പഴയ നഴ്സിംഗ് ഹോമിൻ്റെ പേരും പിന്നെ എനിക്ക് ആ ക്രോഷറ്റിൻ്റെ ബാഗ് ഉണ്ടാക്കി തന്ന അമ്മച്ചിയുടെ പേര് സാൻഡ്ര എന്നാണേ, അമ്മച്ചിയുടെ പേരും കൂടെ ഞാൻ അതിനകത്ത് എഴുതിയിട്ട് ആ പേപ്പർ മടക്കി ഞാൻ ക്രോഷറ്റ് ബാഗിനകത്തോട്ട് വെച്ചു. എന്നിട്ട് അതും കൂടെ ഞാൻ അതിനകത്തോട്ട് സൂക്ഷിച്ച് വെക്കുകയാണ് കേട്ടോ.
ഇതൊക്കെ എനിക്ക് ബന്ധങ്ങൾക്കൊക്കെ ഞാൻ ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. നല്ല ബന്ധങ്ങളെ എന്നും മാറോട് ചേർത്ത് ഞാനിങ്ങനെ സൂക്ഷിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് മെമ്മറീസൊക്കെ എൻ്റെ ഈ പ്രസൻറ്റ് ലൈഫ് അടിപൊളിയാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് നല്ല ഇന്നലകളുണ്ട്. ആ ഇന്നലകളൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കാനും കാണാനും ഒക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. അങ്ങനെ ഇത് ഇത്രയും മെമ്മറീസ് ഉണ്ട്. ഇനി വെക്കാനാണെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പലതും ഓർമ്മ വന്നു. അപ്പോൾ എന്തായാലും ഇത്രയും മതി, കാരണം ഇനി നമ്മളിത് എന്തായാലും ഓപ്പൺ ചെയ്യത്തില്ല. ഇനി നമുക്ക് വേറൊരെണ്ണം ഉണ്ടാക്കുമ്പം നമുക്ക് കാണാം. അപ്പോൾ ഇതൊന്ന് അല്ലറ ചില്ലറ ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതേ കുറച്ച് നൂലുകൾ, അത് പല കളറ് ചെറിയ ചെറിയ പീസസ് ആയിരുന്നു. അത് ഞാൻ ഒരുമിച്ച് ചേർത്ത് കെട്ടിയെടുത്തു. എന്നിട്ട് ഞാൻ അതൊന്ന് വെറുതെ ചുറ്റി കൊടുത്ത് ഒന്ന് ഇറക്കി കെട്ടി വെച്ചു. പിന്നെ ഒരു അലങ്കോലപ്പണികളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. എൻ്റെ കയ്യിലൊരു സ്റ്റാർ ഉണ്ടായിരുന്നു. നമ്മുടെ ഗ്ലൂ ഗൺ വെച്ചിട്ട് ആ സ്റ്റാർ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ കുറേ വവ്വാലിനെയൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തു. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇതൊക്കെ എന്ത് തരം വട്ടാന്ന്. പക്ഷേ ഈ വട്ടുകളൊക്കെ അതിൻ്റെ സുഖം ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഒരു 5-6 വർഷം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമായിരിക്കും. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുന്ന ലെറ്റേഴ്സൊക്കെ ഇപ്പോൾ ഒന്ന് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ എനിക്കത് വിഷമം തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഞാൻ സൂക്ഷിച്ച് വയ്ക്കും. അപ്പോൾ ഇങ്ങനെ വൃത്തികരമായിട്ട് അലങ്കോലമായിട്ട് അവിടെ ഇവിടെയും വാരി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലവും മെനക്കെടും. അപ്പോൾ അതിനപ്പുറം ഇത് കണക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ ബോക്സിനകത്ത് ഇതെല്ലാം ഇരിക്കുമ്പോൾ നമുക്കത് സൂക്ഷിച്ച് വയ്ക്കാനും എളുപ്പമല്ലേ. അപ്പോൾ അതേ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2029 നമുക്കത് തുറന്ന് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടൈം ക്യാപ്സ്യൂൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങൾക്കൊരു എൻകറേജ്മെൻറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള ചില കിറുക്കുകളൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് നല്ലതാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്കിതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഒരു പീസ്ഫുൾ മൊമെൻറ്റ്സ് ഒക്കെ തരും. ഇതൊരു മെഡിറ്റേഷൻ പോലെ അത് വർക്ക് ചെയ്യും. നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്താനകത്തിരിക്കാം. നമ്മൾ കുറേ നേരം റിലാക്സ്ഡ് ആയിട്ടിരിക്കും. മറ്റുള്ള കാര്യങ്ങളും നമ്മൾ മറക്കും. അപ്പോൾ ഇനിയും നല്ല അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് കാണാം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ ഇന്നത്തെ കാണിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും അതുപോലുള്ള കുഞ്ഞുങ്ങളുടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ സേവ് ചെയ്ത് വെച്ചേക്കുന്ന ആർക്കെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് കോൺടാക്റ്റ് ചെയ്യുന്ന, ഞാൻ ചെയ്ത എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ്. അതിൻ്റെ ID ഞാൻ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തോളൂ കേട്ടോ. അപ്പം വീണ്ടും അടിപൊളി നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.